എതിർശബ്ദം ഉയർത്തുന്നവരെയും വിമർശനം ഉന്നയിക്കുന്നവരെയും രാജ്യദ്രോഹികളും നഗര നക്സലുകളും തുക്കടെ ഗാങ്ങുകളുമായി മുദ്രകുത്തുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അന്വേഷണത്തിനും വിചാരണയ്ക്കും മുമ്പേ വിധി പ്രഖ്യാപിക്കുന്നതാണ് ആ അന്തരീക്ഷം. പ്രതിപക്ഷത്തെ ഒന്നായി പാർലമെന്റിൽ നിന്ന് പുറത്താക്കി അഡാനി ഓഹരി ഉടമകളുടെ വികാരരംഗമാക്കി പാർലമെന്റിനെ മാറ്റുകയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. ജനേകം എഡിറ്റോറിയലിലൂടെ. ജനാധിപത്യ വിമുക്തവും പ്രതിപക്ഷ മുക്തവുമായ പാർലമെന്റാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയാണ് നരേന്ദ്രമോദി, അമിത്ഷാ പ്രഭൃതികൾ നയിക്കുന്ന BJPയും ഇരുസഭകളിലും അംഗങ്ങളായ ഈ സ്വേച്ഛാധിപതികളുടെ അനുചര വൃന്ദവും. പ്രതിപക്ഷത്തെ 141 അംഗങ്ങളെയാണ് ലോകത്ത് ഒരു രാജ്യത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധം ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നും ഇതിനകം സസ്പെൻഡ് ചെയ്തത്. മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളെയും പുറത്താക്കിയാലേ അപമാനകരവും അപലപനീയവുമായ ഈ രാഷ്ട്രീയ അസംബന്ധ നാടകത്തിന് അറുതിയാവൂ എന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ വൃത്തങ്ങളും നിരീക്ഷകരും ഭയപ്പെടുന്നു. നിലവിലുള്ള പാർലമെന്റ് അംഗങ്ങൾ എന്ന പ്രയോജനം പോലും പ്രതിപക്ഷ അംഗങ്ങൾക്ക് ആസന്നമായ പൊതു തെരഞ്ഞെടുപ്പിൽ നിഷേധിക്കാൻ വീണ് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താനാണ് ഭരണകക്ഷി ശ്രമിക്കുന്നത് വേണം കരുതാൻ. ഡിസംബർ 13-ന് പാർലമെന്റിൽ സംഭവിച്ച ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെപ്പറ്റി പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭകളിലെ രാജ്യത്തോടോ സംസാരിക്കാൻ തയ്യാറാവണമെന്ന പ്രതിപക്ഷത്തിന്റെ തികച്ചും സ്വാഭാവികവും ന്യായവുമായ ആവശ്യത്തിനുള്ള മറുപടിയായാണ് കൂട്ട സസ്പെൻഷൻ നടപടി. ഇരുവരും പാർലമെന്റിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാതെ സ്വകാര്യ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഉണ്ടായി. 2001-ൽ പാർലമെന്റിന് നേരെ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാൻ തങ്ങളുടെ മുൻഗാമികളായ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കാണിച്ച ജനാധിപത്യ മര്യാദയും ആഭ്യന്തരമന്ത്രി ലാൽ കൃഷ്ണ അദ്വാനി കാണിച്ച പാർലമെന്ററി ഉത്തരവാദിത്വ ബോധവും മോഡി ഷാ സ്വേച്ഛാധികാര ദ്വയങ്ങളിൽ നിന്നും ആരും പ്രതീക്ഷിക്കരുതെന്നാണ് അവർ രാജ്യത്തിന് നൽകുന്ന സന്ദേശം. 1966 നവംബർ 7-ന് അന്നത്തെ ജനസംഘത്തിന്റെ നേതൃത്വത്തിൽ ഗോവധ നിരോധനം ആവശ്യപ്പെട്ട് ഒരുപറ്റം സാധുക്കൾ പാർലമെന്റിനും പരിസരത്തുള്ള പൊതു കെട്ടിട സമുച്ചയങ്ങൾക്കും നേരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി ഗുൽസാരിലാൽ നന്ദയ്ക്ക് തലസ്ഥാനം നഷ്ടമായി. രാഷ്ട്രാധികാരം കൈയാളുന്നവർ തങ്ങളുടെ ചെയ്തികളുടെയും വീഴ്ചകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് മഹത്തായ ജനാധിപത്യ പാരമ്പര്യമാണ്. സ്വേച്ഛാധിപതികളിൽ നിന്നും അത് പ്രതീക്ഷിക്കുക അസ്ഥാനത്താണ്. ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ പാർലമെന്റിൽ നടക്കാൻ പാടില്ലാത്ത സംഭവ പരമ്പരകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോഡിയുടെ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണത്തിൽ അരങ്ങേറുന്നത്. പ്രഥമ പൗരയും വിധവയും ആദിവാസി ജനവിഭാഗത്തിൽ നിന്നുമുള്ള ദ്രൗപദി മുർമുവിനെ അപ്പാടെ അവഗണിച്ച് മതപരമായ വിചിത്ര ചടങ്ങുകളോടെ ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റ് മന്ദിരത്തെക്കുറിച്ച് മോഡിയും കൂട്ടരും നടത്തിയ അവകാശവാദങ്ങളായാകെ പൊളിച്ചടുക്കിയ സുരക്ഷാ പാളിച്ചയാണ് ഇപ്പോൾ ഉണ്ടായ മതപരമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് രാഷ്ട്രപതിയെ പോലും തീണ്ടാപ്പാടകലെ നിർത്തിയ ഉദ്ഘാടന ചടങ്ങുകൾക്ക് കാരണമെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. പാർലമെന്റിൽ അതിക്രമിച്ചു കയറിയവർക്ക് അതിനുള്ള അവസരം സൃഷ്ടിച്ച BJP MPയുടെ നടപടിയെ അപലപിക്കാനോ അയാളെ ശ്വാസിക്കാനോ പോലും തയ്യാറാവാത്തവരാണ് സുരക്ഷാ വീഴ്ചയെപ്പറ്റി പാർലമെന്റിൽ പ്രസ്താവന നടത്താനും ചർച്ചയ്ക്കും തയ്യാറാവണമെന്ന ആവശ്യം ഉന്നയിച്ച പ്രതിപക്ഷത്തെ കൂട്ടത്തോടെ സഭയിൽ നിന്നും പുറത്താക്കുന്നത്. വിഷയം പാർലമെന്റ് സുരക്ഷയുടെ മാത്രം പ്രശ്നമല്ല എന്ന ഉത്തമ ബോധ്യമാണ് ഈ ജനാധിപത്യ വിരുദ്ധ നടപടിക്ക് പിന്നിലെ ചേതോ വികാരം. പാർലമെന്റിനുള്ളിലും പുറത്തും പ്രകടനം നടത്തിയ ചെറുപ്പക്കാർ ഉന്നയിച്ച മൗലിക പ്രശ്നങ്ങൾ മോഡി സർക്കാരിനെയും BJP സംഘപരിവാർ ശക്തികളെയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും തുടർന്നും വേട്ടയാടും. ഏകാധിപത്യം, തൊഴിലില്ലായ്മ, കർഷകരുടെയും തൊഴിലാളികളുടെയും കൊടിയ ദുരിതാവസ്ഥ, സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ, മണിപ്പൂരിലെ വംശീയ ഹത്യ തുടങ്ങിയ മോഡി സർക്കാരിനെ ഉത്തരം മുട്ടിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളാണ് അവർ ഭരണകൂടത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മുന്നിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അത് മോഡി ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ പോന്ന വെല്ലുവിളിയായിരുന്നു. അതിന്റെ ഞെട്ടലിൽ നിന്ന് മോഡി ഷാ പ്രവൃത്തികൾ മോചിതരായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കപട ഹിന്ദുത്വത്തിന്റെ മാളങ്ങളിൽ നിന്നും പുറത്തു വരാനും രാഷ്ട്രത്തെയും പാർലമെന്റിനെയും അഭിമുഖീകരിക്കാനും അവർ വിസമ്മതിക്കുന്നത്. പാർലമെന്റിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ പറ്റിയുള്ള ഉന്നതതല അന്വേഷണം നടക്കുകയാണ്. യജമാന ശബ്ദം മാത്രം പ്രതിധ്വനിപ്പിക്കുന്ന മൃഗങ്ങളുടെ അവസ്ഥയിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതാണ്ടെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവയിൽ ഏറെ പ്രത്യാശ വെച്ച് പുലർത്തുന്നത് അസ്ഥാനത്തായിരിക്കും. എതിർ ശബ്ദം ഉയർത്തുന്നവരെയും വിമർശനം ഉന്നയിക്കുന്നവരെയും രാജ്യദ്രോഹികളും നഗര നക്സലുകളും തുക്കട ഗാങ്ങുകളുമായി മുദ്രകുത്തുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അന്വേഷണത്തിനും വിചാരണയ്ക്കും മുമ്പേ വിധി പ്രഖ്യാപിക്കുന്നതാണ് ആ അന്തരീക്ഷം. പ്രതിപക്ഷത്തെ ഒന്നായി പാർലമെന്റിൽ നിന്ന് പുറത്താക്കി അഡാനി ഓഹരി ഉടമകളുടെ വികാരരംഗമാക്കി പാർലമെന്റിനെ മാറ്റുകയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് നേരത്തെ പുറത്താക്കപ്പെട്ട തൃണമൂൽ MP മഹുവ മൊയ്ത്രയുടെ പരിഹാസം അസ്ഥാനത്തല്ല. അതിനെ പ്രതിരോധിക്കാൻ ജനതയുടെ രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തിന് മാത്രമേ കഴിയൂ.
ഇന്ത്യൻ ജനതയുടെ ആ വിവേകത്തിന് രാഷ്ട്രം മുമ്പും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇനിയും അത് ആവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും തിരിച്ചടിക്കാനുള്ള കരുത്തും ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടുവോളവുമുണ്ട്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.